സൺഡേ എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും സ്പെഷ്യൽ ഫുഡാണല്ലോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് റൈസാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ കുക്കർ എടുക്കണം. എന്നിട്ട് അതിലോട്ട് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ഒഴിക്കണം. പിന്നെ സ്റ്റൗ കത്തിച്ചിട്ട് വേണം ഈ പരിപാടികളൊക്കെ ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ മറ്റേ സ്റ്റാർ കണക്കിനിരിക്കുന്നൊരു സാധനമില്ലേ അത്, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതിടാം. ഞങ്ങളുടെ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇട്ടില്ല. അടുത്ത് നമുക്ക് സവാള ഇടാം. സവാള നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ അരി കഴുകി തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കി വെക്കണം. ഇവിടെ നമ്മൾ എടുക്കുന്നത് 20 മിനിറ്റ് കൂത്ത് വെച്ച ബസ്മതി റൈസാണേ. ബാക്ക് ടു അവർ സവാള പ്രോസസ്സ്. ഞങ്ങൾ സവാളയിൽ ഉപ്പിടാൻ മറന്നുപോയി ഗൈസ്. സവാളയിൽ ഉപ്പിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, പക്ഷേ ഞങ്ങൾ ഇപ്പോഴാണ് ഉപ്പിട്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മല്ലിയില, കുരുമുളക് ഇവ എല്ലാം ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇവയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം നമ്മൾ കഴുകി കൂർത്ത് വെള്ളം മാറ്റി വെച്ചേക്കുന്ന അരി ഇതിലേക്ക് ഇടുക. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മുടെ കണക്ക്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് മൂടി വയ്ക്കുക. ഒരു വിസിൽ കേട്ടിട്ട് സിമ്മിൽ 5 മിനിറ്റ് വെച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ ആവിയൊക്കെ പോയ ശേഷം പയ്യെ കുക്കർ അങ്ങോട്ട് തുറക്കണം. ആക്രാന്തം കാണിക്കരുത്, കൈ പൊള്ളും. അതിൽ നിന്ന് നല്ല അടിപൊളി മണം വരുന്നുണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് അതിലോട്ട് കുറച്ച് നെയ്യും മല്ലിയിലയും കൂടെയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ കോക്കനട്ട് റൈസ് തയ്യാർ. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു ഗൈസ്. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.